ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നോമ്പ് തുറൻ്റെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ. നേരെ ഒരു 4 മണിയായപ്പോഴാണ് കിച്ചണിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് വത്തക്കയുണ്ട്, അതുപോലെ ഷമാമുണ്ട് കേട്ടോ. ഏതെങ്കിലും ഒന്ന് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് വത്തക്ക ഒന്ന് ജസ്റ്റ് ചെത്തി നോക്കിയപ്പം ഉള്ളിലൊക്കെ ഭയങ്കര കേടായിരുന്നു കേട്ടോ. പക്ഷേ ജ്യൂസ് അടിക്കാൻ കുഴപ്പമില്ല, കാരണം പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അടിക്കുക. പക്ഷേ ഇതിൻ്റെ ആ ഒരു അടിഭാഗം ഉണ്ടല്ലോ, അത് പറ്റതായിട്ടുണ്ട്. ആ പറ്റതായത് മാത്രം എടുക്കാതെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ജ്യൂസ് അടിക്കാമെന്ന് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വിചാരിച്ചു എന്നും വത്തക്ക ജ്യൂസല്ല, അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതേപോലെ ഇന്ന് ബീഫ് വാങ്ങിയ കൂട്ടത്തിൽ നമുക്ക് പോത്തിൻ്റെ തലച്ചോറ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചിക്കനും ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് ഐസ് പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ്. അങ്ങനെ ഇതാ ഷമാമ് നമുക്കിന്ന് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച് ഷമാമും അതേപോലെ ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയതായിരുന്നു കേട്ടോ. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഷമാമിൻ്റെ ഉള്ളിലെ അവസ്ഥ അതിനേക്കാൾ ഭയങ്കരമായിരുന്നു. ആദ്യം നമ്മൾക്ക് വാങ്ങുന്ന അത്ര ആ ഒരു ഷമാമ് നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. പുറമേ ഉള്ളിൽ കുറച്ച് മാത്രമേ ഭാഗം നല്ല പോലെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ആകെ ഒരു ഇതായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യമൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് ഏകദേശം മനസ്സിലാവുമല്ലോ. അതിനുള്ളത്തെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഏതായാലും നമുക്ക് ഷമാമ ജ്യൂസ് അടിക്കാം. ഇനിയിപ്പോൾ കടയിൽ പോയിട്ട് വേറെ ഷമാമൊന്നും വാങ്ങി വരാനുള്ള ടൈമും ഇല്ലല്ലോ. അങ്ങനെ ഞാൻ പിന്നെ ഷമാമിൻ്റെ ഉള്ളിൽ കാമ്പ് മാത്രം എടുത്തിട്ട് ഒന്ന് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അതിനിടയിൽ ഞാൻ പിന്നെ ഷമാമ് ഇങ്ങനെ ആയി വത്തക്ക ഇങ്ങനെ ആയി എന്നുള്ളതൊക്കെ ഒന്ന് ചെറിയനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വേഗം ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് പാലും കൂട്ടിയിട്ട് പഞ്ചസാര ഇട്ടിട്ട് ഷമാമ അങ്ങോട്ട് ജ്യൂസ് അടിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വലിയൊരു കുടുക്കയിലാണ് കേട്ടോ ഷമാമ ജ്യൂസ് അടിച്ചത് പാർന്ന് വെക്കുന്നത്. അത്യാവശ്യം നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല പോലെ വെള്ളം ആവശ്യമായിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ലൂസോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഷമാമ ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് കസ്കസ് ഒന്ന് വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഫ്രീസറിൽ തന്നെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നേരെ അടിയിലേക്ക് എടുത്ത് വെക്കും കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെല്ലുള്ളി, തക്കാളി, അതുപോലെ ചെറുള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കൻ കറി വെക്കാനുള്ളതും അതുപോലെ പോത്തിൻ്റെ തലച്ചോറൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതിന് കൂടിയുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വേഗത പത്തിരിപ്പൊടി ഒന്ന് വാട്ടിയെടുക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പത്തിരിപ്പൊടി വാട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മൾ ചിക്കനൊന്ന് കുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനിടയിൽ പത്തിരി ചുടലും കാര്യങ്ങളൊക്കെ ആയിട്ട് തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 പാനിൽ തന്നെ വെക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അടി പിടിക്കുന്ന ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ തീയൊക്കെ ഒന്ന് കുറച്ച് അഡ്ജസ്റ്റ് ആക്കിയിട്ട് നമ്മൾ പത്തിരി ചുടലും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പോത്തിൻ്റെ തലച്ചോറ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടി ഒന്ന് വഴറ്റിയെടുക്കും. അതിലേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും, അതുപോലെ നമ്മൾ നേരത്തെ നല്ലപോലെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള പോത്തിൻ്റെ തലച്ചോറുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതേപോലെ ഇതിലേക്ക് മുട്ട വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ട ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഇത് മിക്സ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഞാൻ ഉപ്പൊക്കെ ചേർത്ത് നല്ല അഡ്ജസ്റ്റ് ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഈ ഒരു എണ്ണയൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ നമുക്ക് കുക്ക് ചെയ്തെടുത്താൽ മതി. അത് കഴിഞ്ഞതിന് ശേഷം പായ എടുത്തിട്ടുണ്ട്. പായ ഇങ്ങനെ പഴുത്ത് അങ്ങെത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും പായൊക്കെ ഒന്ന് നടുവേ കട്ട് ചെയ്തിട്ട് പിന്നെ ഇതുപോലെ ഒന്ന് നീളങ്ങനെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് പഴംപൊരിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വലിയ പഴംപൊരി അല്ല, ഒരു പഴത്തിനെ നടുവേ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ. അത്ര വലിപ്പമുള്ള പഴംപൊരിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ മാവും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ഓരോ ബാറ്റർ നമ്മളൊന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പഴം ബാറ്ററിൽ മുക്കിയിട്ട് എണ്ണയിലിട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കാം. അതേപോലെ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് ബെല്ലൈക്കണും ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം കേട്ടോ. അങ്ങനെ ഓരോ പഴംപൊരി എണ്ണയിലിട്ടിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എത്ര പഴംപൊരി ഉണ്ടാക്കിയാലും പെട്ടെന്ന് തീരും കേട്ടോ. കാരണം മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പഴംപൊരിയാണ്. അങ്ങനെ ഏകദേശം ബാങ്കൊക്കെ കൊടുക്കാനായപ്പോഴേക്കും ജ്യൂസൊക്കെ ഒന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ പഴംപൊരിയും കാര്യങ്ങളൊക്കെ ഒന്ന് പാത്രത്തിലാക്കിയിട്ട് ഒന്ന് മൊത്തം നമ്മൾ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കുന്നുണ്ട് കേട്ടോ.
ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയായി തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും കമൻറ്റിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. അങ്ങനെ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. കൊടുത്തതിന് ശേഷം നോമ്പ് തുറന്നു, അത് കഴിഞ്ഞ് നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് പുറത്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ എന്തായെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക കേട്ടോ. അങ്ങനെ ഞാൻ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതായി ഞങ്ങൾ വേഗം മാറ്റി ഒരുങ്ങിയിട്ട് നേരെ പോയത് ഇടവണ്ണപ്പാറയ്ക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് എടുക്കലും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബൈക്കിൽ നമ്മൾ ഇടവണ്ണപ്പാറയുള്ള മമതയിലൊക്കെ അത്യാവശ്യം നല്ല പോലെ ക്രൗഡ് ഉണ്ട് കേട്ടോ. കാരണം നോമ്പ് തുറക്കാനുള്ള ആ ഒരു ഇത് കഴിയുന്നല്ലേ ഉള്ളൂ. അപ്പോൾ നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ എനിക്കുള്ള ഷൂവും കൂടി എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഷോപ്പിൽ കയറി കേട്ടോ. അത്യാവശ്യം നല്ല പോലെ കളക്ഷനുള്ള ഒരു ഷോപ്പ് തന്നെയാണ് കേട്ടോ ഇടവണ്ണപ്പാറ. നമ്മളെ ലുലുക്കാസിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പാണ് കേട്ടോ. കറക്റ്റ് പേരറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.